ലോകത്തിലെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കേട്ടപ്പോൾ മനസ്സിൽ കൂടെ പല ചിന്തകൾ ഇങ്ങനെ കടന്നു എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ വിഷയം വെളിപാട് പുസ്തകത്തില് സ്വർഗത്തിൽ നിന്നും സാത്താനെ തള്ളിയിട്ടപ്പോൾ ഇനി അല്പസമയം ഉള്ളൂ എന്നറിഞ്ഞിട്ട് ലോകത്തിലെ മനുഷ്യനെ പലവിധ രോഗങ്ങളാൽ ദുഃഖങ്ങളാൽ അപകടത്തിന് ഒക്കെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ദുഃഖവും നിരാശയും ലഭിക്കും. എന്നാല് കർത്താവിൽ സന്തോഷിപ്പിന് വീണ്ടും അപ്പസ്തലനായ പൗലോസ് പറയുന്നു, ഇതൊക്കെ മധ്യത്തിൽ നമുക്ക് സന്തോഷിക്കുവാനും സമാധാനിക്കുവാനും കർത്താവ് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ കർത്താവ് നമ്മൾക്ക് സൗഖ്യം തരുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത രോഗത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകാൻ പറ്റുന്നു. ആ വിശ്വാസമാണ് ഓരോ ദിവസവും നമ്മളെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കർത്താവിനെ നമ്മൾ മുറുകെ പിടിച്ചു മുൻപോട്ട് പോകാൻ വേണ്ടി കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടിയുള്ള പരസ്പര കൂട്ടായ്മയും സ്നേഹവും പ്രാർത്ഥനയും ഇവിടെ കൂടുതൽ നമ്മൾക്ക് ആവശ്യമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഇന്നലെ സാറ് പറഞ്ഞു എന്താണ് സംസാരിക്കേണ്ട ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ കർത്താവ് തന്ന 2 പത്രോസ് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4 തൊട്ട് 7 വരെയുള്ള 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള അവൻ നമുക്ക് വിലയേറിയ അതിമഹത്വമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അതിമഹത്വമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താനുള്ള നാശം വിട്ടുവെങ്കിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉദാഹരണം കഴിച്ചു നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യത്തോട് പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും സ്ഥിരതയുടെ ഭക്തിയോടെ സഹോദരപ്രീതിയുടെ സ്നേഹവും കൂട്ടിക്കൊള്ളുന്നു. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കും. ഇതൊരു അഡീഷണൽ കൂട്ടുകൾ, ഓരോന്നിനോട് ഓരോ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ബൈബിളിൽ എല്ലാ കാര്യങ്ങളും മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ഇത് അഡീഷണൽ പറഞ്ഞിട്ടുണ്ട്, മൈനസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ മൈനസ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ സാക്ഷാൽ മുന്തിരിപ്പള്ളി എന്റെ പിതാവ് തോട്ടക്കാരൻ പറഞ്ഞു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ ചെത്തി കൊടുപ്പാണ്. തെറ്റി വെടുപ്പാക്കുന്നത് ശുദ്ധീകരിക്കേണ്ട കാര്യങ്ങൾ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിച്ചു, എന്റെ സഹോദരൻ എന്നോട് പഴിച്ചാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 പ്രാവശ്യം. അങ്ങനെ ഓരോന്നിനും നമ്മൾ എന്ത് നോക്കിയാലും ദൈവത്തിന്റെ വചനത്തിന് നമുക്കതിന് മറുപടി. ഇന്നത്തെ ലോകത്തില് ബൈബിൾ വായിക്കാൻ നമുക്ക് സമയമുണ്ട്. എല്ലാവരും തിരക്കായിട്ട് ജീവിക്കുക. ജീവിത തിരക്കിൽ നമ്മൾ കർത്താവിന് അല്പസമയം കൊടുത്ത് കർത്താവിന് തന്നെ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഇടപെടുക. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ എങ്ങനെ നമ്മൾക്ക് വാഗ്ദത്തങ്ങൾ എങ്ങനെ പ്രാപിക്കാം. വാഗ്ദത്തങ്ങൾ പറയുമ്പോൾ വാഗ്ദത്തങ്ങൾ പല വിധത്തിൽ ആളുകൾ ചിന്തിക്കുന്നത്. വാഗ്ദത്തം പറയുമ്പോൾ എനിക്ക് അമേരിക്കയിൽ പോകാമെന്നുള്ള വാഗ്ദത്തമുണ്ട്, അല്ലെങ്കിൽ കാറ് മേടിക്കാമെന്നുള്ള വാഗ്ദത്തമുണ്ട്, അല്ലെങ്കിൽ വീട് വെക്കണം. ഇതെല്ലാം നല്ല കാര്യങ്ങൾ. പക്ഷെ കർത്താവ് ഉദ്ദേശിക്കുന്ന വാഗ്ദത്തങ്ങൾ, എബ്രഹാമിനോട് എന്തോ വാഗ്ദത്തം ചെയ്തത്? എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത് ഒരു പുത്രനെ വാഗ്ദത്തം ചെയ്തു, ഒരു രാജ്യത്തെ വാഗ്ദത്തം ചെയ്തു, ഒരു ലോകത്തെ വാഗ്ദത്തം ചെയ്തു. എന്നാൽ നമ്മൾ ചിന്തിക്കാറുണ്ട് കർത്താവിന് എന്നോടുള്ള വാഗ്ദത്തം എന്തുവാണ്? നമ്മൾ കർത്താവിന്റെ സന്നദ്ധിയിൽ ഇരുന്നിട്ട് എന്നോടുള്ള വാഗ്ദത്തം എന്താണെന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കും. അത് നമ്മൾ പ്രാപിച്ചെടുക്കും. അതിനുവേണ്ടി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വാക്യം വായിക്കാം. അതുപോലെ ആവർത്തന പുസ്തകം 15-ന്റെ 6
ആവർത്തന പുസ്തകം 15-ന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ എന്റെ ദൈവമായ ചെയ്തതുപോലെ ആ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് ആ നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേകം ജാതികളെ ഭരിക്കും. എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല. ഇത് ദൈവത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തം. ഇന്ന് മനുഷ്യന് ലോകത്തില് പല വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം മതപരമായിട്ട് വളരെ നിരാശയും കഴിയുന്നു, ദുഃഖത്തിൽ കഴിയുന്നു. അതിന് ഉദാഹരണം എന്റെ മനസ്സിൽ കൂടെ, ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമ്പോൾ ഈ നേപ്പാളിൽ ഒരുപാട് പിള്ളേർ അവിടെ ജോലി ചെയ്യുന്നു. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര ശമ്പളം? അവരെല്ലാം ലേബേഴ്സാണ്. അപ്പൊ അവർ പറയും, എനിക്ക് 600 റിയാൽ, എനിക്ക് 700 റിയാൽ. അതൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളം. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, നിനക്ക് എത്ര ശമ്പളം? അപ്പൊ അവർ പറയും, എനിക്ക് 1000 റിയാൽ ശമ്പളം. എല്ലാവരും പറയാം, എല്ലാവരും ഒരു കാര്യം ചെയ്യും, ഇതൊരു പേപ്പറിൽ എഴുതി കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഇതുപോലെ എഴുന്നിട്ട് പ്രാർത്ഥിക്കും. ആ വിഷയത്തിന്റെ കൈവച്ച് പ്രാർത്ഥിക്കുക. എന്റെ ആവശ്യം കർത്താവേ, എന്റെ ആവശ്യം ഇതാണ്. ഈ എല്ലാവരും എടുക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവര് അടുത്ത ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് സാക്ഷ്യം പറയും, എനിക്ക് 1000 രൂപ കിട്ടി, എനിക്ക് 1500 കിട്ടി. ഇങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ അവർ സാക്ഷ്യം പറഞ്ഞ അവർ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളോട് നമ്മൾ ഭാരങ്ങളോട് ഈ വിഷയം ദൈവത്തിൽ അവരനുഗ്രഹിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ ദശാണ്. നീ കടം മേടിക്കത്തില്ല, നീ കടം കൊടുക്കും. ജാതികൾ നിന്നെ വാഴ്ത്തില്ല, നീ ജാതികളെ. എബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കാം. എബ്രഹാമിനെ ജാതികൾ വാണില്ല. എബ്രഹാമിൽ നിന്ന് എന്താ പറയുക, എബ്രഹാമിന്റെ വാഗ്ദാനം ചെയ്താൽ നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. എന്റെ ഭവനത്തിൽ എന്റെ തലമുറകളുടെ മേൽ ഈ ലോകത്തിന്റെ ആധിപത്യം സ്ഥാപിക്കാതിരിക്കാന്നുള്ളതിന് നമ്മള് ദൈവത്തിന്റെ കരങ്ങളിൽ വെച്ച് നമ്മൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നമ്മൾ അവരോട് പ്രാർത്ഥിക്കുക. അതിലൂടെ ആദ്യത്തോടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തോട് വീര്യം കൂട്ടുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 5-ാം വാക്യത്തിൽ അത് നിമിത്തം തന്നെ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുക. വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മള് എബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസം എന്നതോ ആശയത്തിന്റെ ഉറപ്പ്. നമ്മൾ വിശ്വാസത്താൽ കാണുക. നമ്മൾ നമ്മുടെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ നടക്കത്തില്ല, സൗഖ്യം പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ വിശ്വാസത്താൽ എബ്രഹാമിനോട് എന്താ പറഞ്ഞത്? ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. എന്നാൽ എബ്രഹാം ഒരു മതചോദ്യം ചോദിച്ചിട്ട് എന്നോട് പറയുക, നീ വേറൊരു ദേശത്തേക്ക് പോകാൻ പറഞ്ഞാൽ എനിക്ക് 100 കൂട്ടം ചോദ്യങ്ങളാണ്. അവിടെ താമസിക്കാൻ സൗകര്യമുണ്ടോ, വണ്ടിയുണ്ടോ, വീടുണ്ടോ, ആഹാരമുണ്ടോ, ഓരോ സൗകര്യങ്ങളും. എന്നാൽ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും എന്റെ മനസ്സിലോട്ട് വന്ന് ഏലിയാവിനോട് എന്തോ പറഞ്ഞു. ഏലിയാവിനോട് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞ് ഉടനെ എന്താ പറഞ്ഞത്? കിരീത് തോട്ടത്തിലേക്ക് പോകാനാണ്. ഏലിയാവ് ഒരിക്കലും ചോദിച്ചില്ല, കർത്താവേ അവിടെ ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്യാൻ? തോട്ടന്റെ കാര്യത്തിൽ പോയി മക്കളെ നോക്കി കുത്തിയിരിക്കാനാണ്. ഏലിയാവ് ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചില്ല. നമ്മളെ അത് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അതിനോട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ കാലത്ത് കണ്ടിട്ടുണ്ട്. നാളുകൾ നമ്മുടെ ആളുകൾ ഭവനം ഉണ്ടാക്കി താക്കോല് അവരുടെ കൈ കൊടുക്കും. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി സകലവും ഒരുക്കി. ഏലിയാവിന് എബ്രഹാമിന് വേണ്ടത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് എബ്രഹാമിനെ എങ്ങോട്ട് വിട്ടത്. ഏലിയാവിന് വേണ്ടത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് തോട്ടിലേക്ക് വിട്ടത്. അവിടെ കഴിഞ്ഞപ്പോൾ വീണ്ടും എന്താ പറഞ്ഞാൽ, ഞാൻ സറാപത്തിൽ നിനക്ക് വേണ്ടി ഒരു വിധവയെ ഒരുക്കിയിരിക്കും. അപ്പോ നമുക്കിത് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ട്. നമ്മുടെ മനുഷ്യരാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ച് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വർദ്ധിപ്പിക്കുക. അത് ചെറിയൊരു സ്പാർക്കായിട്ട് നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ അതിനെ നമ്മൾ അഗ്നിയാക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് അതിനെ എന്ത് ചെയ്യണം? നമ്മളത് അഗ്നിയാക്കി മാറ്റും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഓരോ ദിവസവും എന്താ ചെയ്യേണ്ടത്? വിശ്വാസത്തെ നമ്മള് വർദ്ധിപ്പിക്കണം. അതിന്റെ ഉദാഹരണം 2 കൊരിന്ത്യർ 1:20.
രണ്ടുപേരും ഒന്നും ചെയ്തു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവന് രൂപന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിൽ മഹത്വം ഉണ്ടാക്കുന്നത് അവനിൽ ആമേൻ എന്ന് തന്നെ. ആമേൻ. ദൈവത്തിന് എന്താ, ദൈവത്തിനുള്ള വാഗ്ദത്തം എന്താ പറഞ്ഞത്? ആ ദൈവം ഉവ്വ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദൈവം ചെയ്തിരിക്കും. ദൈവം ചെയ്തിരിക്കും. ഇവിടെ ഓരോ കാര്യങ്ങളും പ്രാർത്ഥിപ്പോൾ മനസ്സിൽ കൂടെ കണ്ടു. തീർച്ചയായിട്ടും ഇതിനൊക്കെയും സാറ് പറഞ്ഞു ആ കാലിന്റെ പ്രത്യേകമായിട്ട് ആ സബ്ജക്റ്റ് ഇട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവിടെ മറുപടി പറയും. ദൈവം അതിന് മറുപടി തരും. ആ കാലിന് ശക്തി കൊടുത്തിട്ട് എന്തായത് ദൈവം അത് നടക്കുമാറാക്കുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വേറെ ഒരുപാട് ഉദാഹരണം, ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും കണ്ട് ബന്ധപ്പെട്ടു. ഒരു ഹൈദരാബാദുകാരൻ ഒരു പ്രൊഫസറെ, കോളേജിലെ പ്രൊഫസറാണ്. പുള്ളി അവിടെ കോളേജിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുള്ളിക്ക് ടെർമിനേഷൻ കൊടുത്തു. കമ്പനിയിൽ ജോലിയില്ല, ടെർമിനേഷൻ കൊടുത്തു. എന്നിട്ട് പാസ്പോർട്ടിൽ നിന്ന് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റില്ല. അവിടുന്ന് ആ രാജ്യത്തിൽ നിന്ന് പുറത്തായി. ഞാൻ പറഞ്ഞു ആ പാസ്പോർട്ടിൽ കൊണ്ടുവരാം. ആ പാസ്പോർട്ട് കൊണ്ടുവന്നിട്ട് ആ പാസ്പോർട്ടിൽ നിന്ന് കൈ വെച്ചിട്ട് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച വന്നിട്ട് പറഞ്ഞു ആ എക്സിറ്റ് അടിച്ചത് അത് ക്യാൻസൽ ചെയ്തു. അത് എക്സിറ്റ് ക്യാൻസൽ ചെയ്യുന്ന സാധ്യത ഇല്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ വിശ്വാസത്തോടു കൂടി പറയാം. നിയമം ഞാൻ പറഞ്ഞു ദൈവം എത്ര നാളത്തേക്ക് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിയല്ല തീരുമാനിക്കേണ്ടത്, അവിടുത്തെ മിനിസ്ട്രി അല്ല തീരുമാനിക്കേണ്ടത്, കർത്താവ് തീരുമാനിക്കുന്നത്. എന്നെ കുറിച്ചുള്ള എന്റെ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിക്കുവാൻ, എന്റെ ഈ ജീവിതത്തിലെ അവസാനിപ്പിക്കുവാൻ എന്റെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നാം വിളിക്കേണ്ടത്, ആ ദിവസം നമ്മൾ കാത്തിരിക്കും. അതാണ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും ആ വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരിക. എന്റെ മകൻ പഠിക്കത്തില്ല, എന്റെ മകള് പഠിക്കത്തില്ല, എനിക്ക് ഭവനം വെക്കാൻ സാധിക്കത്തില്ല, എനിക്ക് വാഹനം നോക്കാൻ സാധിക്കത്തില്ല. എന്നാൽ എന്റെ മകൻക്കാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങളും ഉചിതവും ശാന്തവുമായി ചെയ്തു. ഞാൻ റിട്ടയറായി വന്നു. ഞാൻ പരിശോധന യാതൊരു കാര്യങ്ങളില്ല. എങ്ങനെ കാര്യങ്ങൾ നീ അങ്ങനെ മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ. എന്നാൽ ഇന്നുവരെയും ഞാൻ പറയുക, യാതൊരു കാര്യത്തിലും ഇന്ന് ദൈവം ഒന്നിനും ഒരു മുടങ്ങില്ല. വിശ്വാസത്താൽ പോകുക. വിശ്വാസം ഞാൻ കർത്താവിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പുസ്തകം ചുമക്കുക. ഞാൻ കർത്താവ് എന്നെ ചുമന്നു. ഞാൻ പുസ്തകം ചുമന്നുകൊണ്ട് ദേശത്തൊക്കെയും പോകുമ്പോൾ കർത്താവിന്റെ ചുമതല എന്നെ പുലർത്തുക എന്നുള്ളത് ആ വിശ്വാസത്താലാണ് ചെയ്യും. സംശയിക്കാൻ, ദൈവത്തെ സംശയിക്കാൻ നമ്മൾ ഭക്തരെ കർത്താവ് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അവനത് ചെയ്തിരിക്കും. ഇവിടെ ഇരിക്കുന്നവരെല്ലാം അനുഭവിച്ചു കടന്നു പഴയ കാര്യങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നന്മയ്ക്കായിട്ടല്ല ദൈവത്തിന് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം അനുഗ്രഹത്തിനാണ്. അപ്പൊ അതിനോടുകൂടി വിശ്വാസത്തോടുകൂടി എന്താ ചേർക്കേണ്ടത്? വിശ്വാസത്തോട് വീര്യത നമ്മുടെ ജീവിതത്തില് വീര്യം കൂട്ട്. ഞാൻ നമ്മളെ ഈ പുസ്തകം ബൈബിളിൽ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യം. വിശ്വാസത്തിലുള്ള വീര്യം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യം. ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാലത്ത് സൗഖ്യം വരും. പ്രിയപ്പെട്ട മനുഷ്യൻ എന്റെ കീഴിൽ പണിയാളുകളുണ്ട്. ഓരോരോട് പോകാൻ പറഞ്ഞാൽ പോകുന്നു, മറ്റുള്ളവരോട് വരുവാൻ പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നു എന്ന് അത് അവന്റെ വിശ്വാസം ആ കഴിവാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയോ ദൈവം അതിന്റെ അർത്ഥം ദൈവം എന്ത് കൽപ്പിച്ചാലും, ദൈവത്തിന്റെ ദൂതന്മാർ അല്ലെങ്കിൽ ദൈവം എന്ത് കൽപ്പിച്ചാലും അത് സംഭവിക്കും എന്ന് ആ ശതാധിപൻ പറയുക. എന്റെ കീഴിൽ അനേക ആളുകളുണ്ട്. ഞാൻ പറയുന്ന പോലെ അവരെല്ലാ കാര്യം ഒരുവരോട് വരിക എന്ന് പറഞ്ഞാൽ ചെയ്തു, ഒരുത്തരോടെ പോരുക എന്ന് പറഞ്ഞാൽ ചെയ്തു. അത് അവരുടെ ശക്തി, അവരുടെ കഴിവ് കാണിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ കഴിവ് നമ്മുടെ കർത്താവ് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. എന്റെ കർത്താവ് അത് ചെയ്തു തന്നിരിക്കുന്നു എന്ന് തന്നെയാണ്
Yeah. ആശ്ചര്യപ്പെട്ടു. Yeah. ഇവർക്ക് നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്ട് ഇസ്രായേൽ കൂടെ ഇങ്ങനൊരു വിശ്വാസം കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നുവെന്ന് Amen. വീട്ടിൽ മടങ്ങി വന്നപ്പോൾ സൗഖ്യത്തോടെ Amen. Stop. വിശ്വാസത്തിന്റെ അപ്പൊ അവനെന്തോ സംശയം, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, കർത്താവ് എന്റെ ഭവനത്തിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല. അപ്പൊ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത്? ജീവിതത്തിൽ താഴ്മ എഴുമയെ കാണിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. എന്താ ചെയ്യുന്നത്? നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക. എന്റെ രോഗം എനിക്ക് സൗഖ്യമാക്കി തരും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പേരുടെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ രാത്രിയുടെ യാത്രയിലാണ് ഏറ്റവും പ്രാർത്ഥിക്കാൻ സൗകര്യം രാത്രി 3 മണിയാണ്. എന്നാൽ സാത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം 3 മണി തൊട്ട് 6 മണി വരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ, തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാനും ദൈവം അവിടെ മറുപടി തരും. എന്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ, ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഈ സമയത്ത്. ഇനി ഞാൻ 6 വർഷം സൗദി അറേബ്യയിലെ ജോലിയില്ലാതെ, ഞാൻ ജോലി ഒരു ടെമ്പററി ജോലി കൊണ്ട് ചെയ്യും. പക്ഷെ 6 വർഷം അതിന് ശേഷം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇനി എനിക്ക് ഇനി എനിക്ക് വയ്യ, ഈ ദേശത്ത് ഒന്നുകിൽ എനിക്ക് കിട്ടാനുള്ള സെറ്റിൽമെന്റ് തരണം, ദേശത്തിൽ നിന്നെ കയറ്റി വിടണം. അന്ന് എനിക്ക് 50 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി 50ാമത്തെ വയസ്സിൽ ഒരു ഫയൽ ഞാൻ ജോലിക്ക് പോകാറില്ല, ഞാൻ ഇനി ഒരു ജോലിക്ക് പോകത്തില്ല. എനിക്ക് ജോലി എന്റെ വീട്ടിൽ വരണം, അല്ലെങ്കിൽ എന്റെ സെറ്റിൽമെന്റ് തന്നിട്ട് എന്നെ ഇവിടെ കയറ്റി. ഞാൻ 46 ദിവസം പ്രാർത്ഥിച്ചു. 46 ദിവസം തന്നെ പ്രാർത്ഥിച്ചു. 46 ദിവസം രാത്രി 10 മണിയായിട്ട് 2 പേര് വീട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു, അവരുടെ കമ്പനിയുടെ മലയാളികളാണ്, അവരുടെ കമ്പനിയുടെ ബ്രാഞ്ച് തുടങ്ങാൻ പോവുക. അവിടെ വന്നിട്ട് ബ്രാഞ്ച് മാനേജറായിട്ട് ചാർജ് എടുക്കണം. എന്റെ മനസ്സിൽ കൂടെ പോയത്, ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് 2 ദിവസം ദൈവഹിതമാണോ? നമ്മൾ എടുത്തൊക്കെ ചാടും, നമ്മൾ വളരെ ഞെരുക്കത്തിലിരിക്കും, നമ്മൾ വളരെ ദുഃഖത്തിലിരിക്കും. ആ സമയത്ത് എന്താ, നമ്മൾ വേഗം അതിനുവേണ്ടി എന്തെങ്കിലും പറഞ്ഞേക്കും. ഓക്കെ, ഒന്നല്ല, നമ്മുടെ ദൈവത്തിനോട് നമ്മൾ ആലോചന, ഈസ് ഇറ്റ് റിയലി ഫ്രം ഗാഡ്? ദൈവത്തിനെന്നുള്ളതാണ് അതോ മാനസികമാണെന്നുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പം എനിക്ക് 2 ദിവസം തരണം, അതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കണം, ദൈവഹിതമാണോ എന്നുള്ള കാര്യങ്ങൾ. 2 ദിവസം കഴിഞ്ഞു, പ്രാർത്ഥിച്ചു, ദൈവന് മറുപടി തന്നു. ഞാൻ ആ കമ്പനിയിൽ ജോലിച്ചു. എനിക്ക് നഷ്ടപ്പെട്ട ഏതാണ്ട് 10-15 ലക്ഷത്തിൽ കൂടുതൽ നഷ്ടപ്പെട്ടു. അതെനിക്ക് തിരിച്ചു കിട്ടി. വൈഫിനെ വീണ്ടും കൊണ്ടുവന്നു. ഹെപ്പറ്റൈറ്റിസ് പോസിറ്റീവ് ആയി 2004 അത് പോസിറ്റീവ് നെഗറ്റീവ് ആക്കി കൊടുത്തു. വീണ്ടും 1999 സൗദി അറേബ്യയിൽ നിന്ന് ഹെപ്പറ്റൈറ്റിസ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കയറ്റി വിട്ടതാണ്, ജോലിയില്ലെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് ജീവിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് പിന്നെ നിരാശപ്പെടണം? ഞാൻ എന്തുകൊണ്ട് ദുഃഖിക്കണം? ഞാൻ എന്തുകൊണ്ട് നിലവിളിക്കണം? എന്റെ ദൈവം എന്നെ നടത്തുവാൻ മതിയായിട്ടുള്ളത് സുഖകാലത്ത് ദുഃഖവേളയിൽ നടത്തുവാൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ധൈര്യം കാണിച്ചു, ദൈവത്തോടെ വിശ്വാസത്തോടെ വീര്യം കൂട്ടി നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കണം. വീണ്ടും എന്റെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ. നമ്മൾ പലപ്പോഴും ഇമോഷണൽ ആകാറുണ്ട്. പല കാര്യത്തിലും ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, നമ്മുടെ പാപപ്രവൃത്തിയിലേക്ക് ഇതൊക്കെ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ജോസഫിനെ കുറിച്ചാണ് എനിക്ക് എന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. നമ്മുടെ ശരീരത്തെ നമ്മൾ ഓവർകം ചെയ്യും. എപ്പോഴും വീക്ക ഈ ലോകത്തുള്ള കാര്യത്തിൽ നമ്മൾ താല്പര്യപ്പെട്ടിരുന്നു. എന്നാൽ ജോസഫിന്റെ ജീവിതത്തില് പൊത്തിപ്പേരുടെ ഭവനത്തില് ഭവനത്തിലുള്ള സകല കാര്യങ്ങളും ചെയ്തു ജോസഫിനെ ഏൽപ്പിച്ചു. എന്നാൽ അവിടെ പൈശാചികൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ജോസഫിന് മേൽ വാഗ്ദത്തങ്ങൾ കിടക്കുക. ഇന്ന് ഞാൻ ഇത് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 17 വയസ്സ് കാണുമായിരിക്കും, 18 വയസ്സ് കാണുമായിരിക്കും. ജോസഫ് പൊത്തിപ്പേറിന്റെ വീട്ടിൽ അടിമയായിട്ട് ജോലി ചെയ്യുക, ഒരു വേലക്കാരനായിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? അമ്മൻ പൊത്തിപ്പേറിന്റെ ഭാര്യയ്ക്ക് ജോസഫിനെ ഇഷ്ടം തോന്നി. മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ തക്കൊണ്ട് പ്രേരിപ്പിച്ചെങ്കിലും അവിടെ ജോസഫ് എന്തുവാ ചെയ്തത്? താൽക്കാലിക സുഖത്തിന് വേണ്ടി കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെടുത്താതെ ജോസഫ് എന്താ ചെയ്തത്? അവൻ അവിടെ നിന്ന് ഓടിയേ. അവൻ വസ്ത്രം വിട്ടിട്ട് ഓടിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദൗർബല്യ നിമിഷങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ഈ ലോകത്തിന്റെ ചിന്തകൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവിടെ നിന്ന് ഓടിക്കണം. നമ്മുടെ അവിടെ നിന്ന് ഓടി. ജോസഫിൽ എന്തുവാ ഒതുങ്ങി കിടക്കുന്നത്? ഒരു രാഷ്ട്രം, ഇസ്രായേൽ രാജ്യം ഉണ്ടാകേണ്ടത് ഈ ജോസഫിന് കൂടെ. ജോസഫ് എന്നൊരു പ്രാപപ്രവൃത്തി ചെയ്യുന്നെങ്കിൽ ഇസ്രായേൽ രാജ്യം പക്ഷെ ഉണ്ടാകത്തില്ല. നമ്മളിപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ വിശ്വസ്തത.
നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകൾ വിടുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ദോഷമാകുന്നു, നമ്മുടെ തലമുറകൾക്ക് ദോഷമാകും, സഭയ്ക്ക് ദോഷമാകും, ദേശത്തിന് ദോഷമാകും. ഇതൊക്കെ നമ്മളെന്താ ഭാവത്തെ നമ്മുടേതായിരിക്കുന്ന ഇമോഷണൽ ഈ ഫീലിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ ജോസഫിനെ പോലെ നിയന്ത്രിക്കണം. ദാവീദിന്റെ ജീവിതത്തിൽ പാപം ചെയ്യുന്ന ഫലമായിട്ട് പാപത്തിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കണം. വാള് വീട്ടിൽ നിന്ന് ഒരിക്കലും ഒഴികാൻ, തലമുറകൾ നഷ്ടപ്പെട്ടു, മരിച്ചു, മരണപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജഡത്തെ നമ്മൾ ഒതുക്കണം. ജഡത്തെ ഓരോ ദിവസവും നമ്മളെ ഒതുക്കി അമ്മേനെ നമ്മുടെ കാൽ കീഴെ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? പൈശാചികൻ നമ്മുടെ മേൽ നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും, നമ്മുടെ തലമുറകൾ നഷ്ടപ്പെടും, നമ്മുടെ സഭ നഷ്ടപ്പെടും, നമ്മുടെ ദേശം നഷ്ടപ്പെടും. എന്താ ചെയ്യേണ്ടത്? നമ്മളെ ദൈവമായിട്ടുള്ള നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകളെ എപ്പോഴും നമ്മളെ മരിപ്പിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യം. വീണ്ടും ഇന്ദ്രജയത്വം, അതിനുശേഷം ഇന്ദ്രജയത്തോടെ സ്ഥിരതയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവന് കുറെ കാലം മനസ്സിലായി. പിന്നെ അവൻ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലായിരുന്നു. വിധവ എന്നെ അസത്യമാക്കുന്നത് കൊണ്ട് ഞാൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് രംഗത്തടിക്കുന്ന ഉള്ളം കൊണ്ട് പറഞ്ഞു, അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ വ്യാപകം തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാലത്ത് ദീർഘക്ഷമയുള്ളവൻ ആകുന്നു. ഇവിടെ പറയുന്നത് ഒരു വിധവയുടെ കാര്യം. വിധവയ്ക്ക് സഹായിക്കാൻ ആരുമില്ല. വിധവ ചെന്നെന്താ ചെയ്തത്? അഡ്വക്കേറ്റ് എടുത്ത് പറഞ്ഞു, എനിക്ക് പ്രശ്നമുണ്ട്, ആ പ്രശ്നം എനിക്കൊരു പരിഹാരം. ഇപ്പൊ നമ്മളാണെങ്കിൽ 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ അഡ്വക്കേറ്റ് ഒഴിവാക്കിയില്ല. നമ്മളെന്താ ചെയ്യുന്നത്? ഓക്കെ, എനിക്കിത് വയ്യ, എന്നാ ഞാൻ വിധവ, എനിക്ക് പോകാൻ വാഹനങ്ങളില്ല, എനിക്ക് എന്നെ സഹായിക്കാൻ ആളില്ല. ഇങ്ങനെ പല ചിന്തകൾ ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോയിട്ട് ഐ ഗിവ് അപ്പ്, ഞാൻ എന്തായിരുന്നു നമ്മളത് ഉപേക്ഷിക്കും. വേണ്ട വിധവ എന്തുവാ ചെയ്തത്? കീപ്പ് ഓൺ. നമ്മളൊരു വിഷയം വെച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിച്ചു, 1 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവത്തിന്റെ ഹിതം നമ്മൾ അറിയണം. ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ വിധവ, അപ്പൊ അഡ്വക്കേറ്റിന്റെ അവൻ ജാതിയായിട്ടുള്ള മനുഷ്യൻ, അവനെന്ത് പറഞ്ഞാൽ ഈ വിധവ വന്നിട്ട് എന്റെ മുഖത്തടിക്കും, അതിനു മുമ്പ് കാര്യങ്ങൾ നടത്തും. അപ്പൊ കർത്താവ് തന്റെ മക്കൾക്ക് അതിന്റെ അതിശയമായിട്ട് ഉള്ളപ്പോൾ കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾക്ക് മറുപടി തരും. വീണ്ടും ഒരു വായിക്കാൻ ആഗ്രഹം. വീണ്ടും ഒരു ഉപ്പയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ അവന്റെ വീട്ടില് അവന്റെ കൂട്ടുകാരൻ വന്നപ്പോൾ അവന് ആഹാരം കൊടുക്കാനായിട്ട് യാതൊരു. അപ്പൊ എന്താ ചെയ്തത്? അവന്റെ അടുത്തുള്ള കൂട്ടുകാരന്റെ ഭവനത്തിലേക്ക് കയറി. അപ്പൊ രാത്രിയായി കഴിഞ്ഞാൽ ദേശത്ത് രാത്രി വാതിലെല്ലാം അടച്ച് കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വാതിലുകൾ തുറക്കത്തില്ല. ഇവൻ ചെന്നിട്ട് തന്റെ വാതിലിൽ മുട്ടിയിട്ട് അകത്ത് നിന്ന് മറുപടി എന്തുവാ പറഞ്ഞത്? കുഞ്ഞുങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു, എനിക്ക് എഴുന്നേറ്റ് തരുവാൻ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ ആളുകൾ പല ഉപവാദികൾ പറയും ഒഴിവാക്കാൻ വേണ്ടി. പല ഉപാധികൾ പറഞ്ഞിട്ട് എന്താ ചെയ്തത്? അവൻ കീപ്പ് ഓൺ നോക്കിങ്, മുട്ടുവിൻ തുറക്കപ്പെടും. 10-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇവനെന്താ അവിടെ മുട്ടിക്കൊണ്ടിരുന്നു, തുറക്കുന്നവരെ മുട്ടിക്കൊണ്ടിരുന്നു. നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ 1 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ലെങ്കിൽ അതിന് നിവാരണത്തിന് പോകരുത്. ഇങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തം. അപ്പൊ അതിന് മുന്നിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കാരണങ്ങൾ കാണും. ആ കാരണങ്ങൾ എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മളിങ്ങനെ വിഷയത്തിൽ പ്രാർത്ഥിച്ചു വേണ്ടി നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആ ബൈബിളിന്റെ വചനത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കും. അതിന് പ്രതിവിധി എന്താ, പോംവഴി എന്നുള്ള കാര്യങ്ങൾ എന്താ? ദൈവം നമ്മളോട് സംസാരിക്കും. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ മുൻപോട്ട് നീക്കണം. അവനപ്പം കിട്ടുന്നവനെ എന്താ ഇവിടെ മുട്ടി അവനെന്താ എത്ര കൊടുക്കുന്ന ആവശ്യത്തിനും അധികം കുലുക്കി കൊടുത്തു. കുറെ സ്ഥലം നമ്മുടെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് വേണ്ടിയുള്ളതല്ല, പക്ഷെ നിനക്ക് വേണ്ടിയുള്ളതാ ആ അനുഗ്രഹം. പക്ഷേ നമ്മളെന്താ അത് പ്രാപിച്ചെടുക്കണം. അതിനെന്താ ചെയ്യുന്നത്? നമ്മൾ സ്ഥിരതയോടുകൂടെ അമ്മേൻ 1 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു ഒക്കെ പലപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട്. അത് ഞാൻ കുട്ടികളെ പഠിക്കുമ്പോൾ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. ബ്രൂസ് എന്ന് പറയുന്ന അതെല്ലാവരും ബ്രൂസ് എന്ന് പറയുന്ന രാജാവ് പുള്ളിക്കാരന്റെ രാജ്യം നഷ്ടപ്പെട്ടിട്ട് പുള്ളി ഇങ്ങനെ ഒരു ഗുഹയിൽ ചെന്ന് ഇങ്ങനെ കിടക്കുക.
ഉറക്കം വരുന്നില്ല. ഗുഹയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഗുഹയുടെ മേളിൽ ഒരു ചെലന്തി വല കെട്ട്, 2 തവണ തന്നെ വല കെട്ട്. ഒരു പ്രാവശ്യം ചാടി കിട്ടിയില്ല, 2 പ്രാവശ്യം ചാടി കിട്ടിയില്ല, 3 പ്രാവശ്യം ചാടി കിട്ടിയില്ല. ഇങ്ങനെ 7ാമത്തെ പ്രാവശ്യം എന്താ ചെയ്തത്? അത് അങ്ങനെ കൂട്ടി വെച്ചിരിക്കാൻ സാധിച്ചു. ഈ ബ്രൂസ് എന്ന് പറയുന്ന രാജാവിന്റെ മന്ത്രത്തിൽ എന്താണ്? ഞാനും എന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകും, ഞാൻ എന്റെ രാജ്യത്തെ തിരിച്ചു പിടിക്കും, ഞാൻ രാജ്യത്തെ തിരിച്ചു പിടിക്കും. നമ്മുടെ അവന്റെ വിശ്വാസത്തിന്റെ ഉറപ്പുകൊണ്ട് അവൻ തിരിച്ചുപോയി. ആ ചെലന്തിയിൽ നിന്നും ഒരു പാഠം പഠിച്ചിട്ട് എന്താ ചെയ്തത്? അവന്റെ രാജ്യത്തെ അവൻ വീണ്ടെടുത്തു. അതുകൊണ്ട് നമ്മുടെ സ്ഥിരതയോടുകൂടെ ആയിരിക്കണം. അവന് തന്നെ ഭക്തി. റോമർക്കെതിരെ 12:14 വാക്യം ഭക്തിയെ കുറിച്ച്. ഉത്സാഹത്തിൽ മട്ടില്ലാതെ 2 കാര്യങ്ങൾ. ഉത്സാഹത്തിൽ നമ്മൾ ഉത്സാഹിക്കുന്നത് മടിയുണ്ടാകരുത്. നമ്മൾ ഉത്സാഹത്തിൽ ആത്മാവിന് ആ അഗ്നി എന്താ ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കണം. ആ അഗ്നി എരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? നമ്മൾ ഉത്സാഹിച്ച് പ്രവർത്തിക്കണം. എനിക്ക് ഇതൊക്കെ വായിക്കുന്ന മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യോബിനെ കുറിച്ചുള്ള സാക്ഷ്യം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യോബെന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരിട്ടവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനുമായിരുന്നു. ഇത് യോബിനെ കുറിച്ചുള്ള സാക്ഷ്യം. യോബിന്റെ ജീവിതത്തിൽ ഇത് ആരാ സാക്ഷ്യം പറഞ്ഞത്? ദൈവ സാക്ഷ്യം പറഞ്ഞത്. ഇത് പലപ്പോഴും നമ്മൾ സാക്ഷ്യം പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് എന്നെ മറ്റു ചോദിച്ചു, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള സാക്ഷ്യം എന്താ? അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം. പക്ഷെ ഞാൻ പല മരണവീടുകളിലും പോകുന്നുണ്ട്. മറ്റു അടക്കുമ്പോൾ ആളിനെ കുറിച്ച് എല്ലാവരും വലിയ നല്ല അഭിപ്രായങ്ങളാണ്. ഞാൻ വ്യക്തി ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ വ്യക്തിയായിരുന്നു. ഒരു ദിവസം ഒരു കുടുംബത്തിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ വ്യക്തി ഇതെല്ലാം ആളുകൾ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഭാര്യ ഭർത്താവിനോട് ആ അനുശോചനം പറഞ്ഞ ആളിനോട് ചോദിച്ചു, ഇതെന്റെ ഭർത്താവിനെ കുറിച്ചാണോ പറഞ്ഞത്? ഇതെന്റെ ഭർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണോ പറഞ്ഞതെന്ന്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, മനുഷ്യന്റെ എന്തും നമ്മളെ കുറിച്ചുള്ള സാക്ഷ്യം നമ്മൾക്ക് പറയാൻ സാധിക്കും. അങ്ങനെയായിരുന്നു ജീവിതത്തിലായിരുന്നു എല്ലാ കാര്യത്തിലും. പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള സാക്ഷ്യം എന്താണെന്ന് അമ്മയെന്ന് പറയുന്നത്, യോബിനെ കുറിച്ച് പറയുന്നത്, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ആമേൻ, സ്തോത്രം. അതാണ് ഭക്തിയെക്കുറിച്ച് പറയുന്നത്. യോബിന്റെ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ, ഭക്തി ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ എബ്രഹാമിന്റെ വിശ്വാസം, എബ്രഹാമിനെ കുറിച്ച് വിശ്വാസം പറയും. എബ്രഹാം വിശ്വാസത്താൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. എബ്രഹാം വിശ്വാസത്താൽ ബാലനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി. ബലിയർപ്പിക്കാൻ പോകുമ്പോൾ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ ബലിയർപ്പിക്കാനുള്ള മൃഗമേവ ബലിയർപ്പിക്കാനുള്ള. അപ്പൊ അബ്രഹാം എന്തുവാ പറഞ്ഞത്? അങ്ങനെയോടെ പറഞ്ഞില്ല. ആദ്യ ബാല്യക്കാരൻ എന്തുവാ പറഞ്ഞിട്ട്, നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഞാൻ ബാലനുമായി പോയി ബലി അർപ്പിച്ചതിന് ശേഷം തിരിച്ചു വരാം. അല്ലാതെ ഞാൻ തിരിച്ചു വരാമെന്ന് എബ്രഹാം ഒരിക്കലും ഇവിടെ പറയുന്നില്ല. എബ്രഹാം എന്തുവാ വിശ്വാസത്താൽ യാത്ര ചെയ്യും. അപ്പോഴെന്തുവാ നടന്നു പോകുമ്പോൾ എന്താ എബ്രഹാം മകൻ ചോദിച്ചു, അപ്പാ മൃഗം എവിടെ? എബ്രഹാമിന്റെ വചനം എന്തുവാ? ദൈവം യഹോവയെ ദൈവം കരുതിക്കൊള്ളും. ദൈവം കരുതിക്കൊള്ളും. നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. എബ്രഹാമും ബാലനും മലകൾ കയറുമ്പോൾ മനുഷ്യരെ കൂടെ ഒരു കോലാട്ട് വെച്ചതിന് മേണ്ടോട്ട് നടന്നു പോവുക. ഞാൻ വിശ്വാസം കണ്ടാൽ കാണുക, അവരുടെ കൂടെ തന്നെ അത് നടന്നു കയറി പോകുക. എബ്രഹാം എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരു കാര്യം എന്റെ മനസ്സിൽ കൂടെ കടന്നു പോകും, ദൈവത്തിന് നേരത്തെ കാണിച്ചു കൊടുക്കാം. എന്നാൽ പലപ്പോഴും ലാസ്റ്റ് മോമെന്റ് വരെ ദൈവം വെയിറ്റ് ചെയ്യുക. വിശ്വാസത്തിന്റെ അവസാന ഘട്ടം വരെ കെട്ടി പറഞ്ഞു. അപ്പൊ കത്തി ഓങ്ങുന്നത് വരെ ദൈവം വെയിറ്റ് ചെയ്യും. ഇതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ ആ അങ്ങേ അറ്റം വരെ നമ്മൾ ചെല്ലുന്നവരെ നമ്മുടെ സാധ്യത. ശത്രുക്കളേശൊക്കെ അവേദനത്തെ തീരിടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. അവരെ തീരിട്ടു. അതുവരെ ദൈവം പ്രവർത്തിക്കില്ല. തീരിട്ട് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തേ? ദൈവം അവിടെ പ്രവർത്തിക്കുക. നമ്മൾ 3 പേരെ അല്ലേ ഇട്ടത്, 4-ാം ഒരുത്തൻ കൂടെ എന്റെ കൂടെ നടക്കുന്നല്ലോ. അതാരാ? എന്താ നെബൂഖദ്നേസർ എന്തോ പറഞ്ഞു? അവന്റെ മുഖം ദൈവദൂതനെ പോലെ. പ്രൈസ് നീതിയുടെ അനുഭവത്തിൽ കൂടെ നടക്കുകയാണ്, രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ നടക്കുകയാണ്. ഇതിനോട് കൂടെ നടക്കുന്ന ദൈവം. ഇതിന്റെ കരങ്ങൾ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക.
ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ ആ ദൈവം തീർച്ചയായിട്ടും നിന്നെ നടത്തും, നിന്നെ ബലപ്പെടുത്തും. ദാനിയേലിനെ സിംഹക്കുഴിയിൽ രാജാവ് എല്ലാ കാര്യങ്ങളും ചെയ്തു, എല്ലാ കാര്യങ്ങളും സിംഹക്കുഴിയെ കൊണ്ടിട്ടു, വാതിലടച്ചു. രാജാവ് പുറക്കാൻ പള്ളിയിൽ പോയി കിടന്നു. വെക്കാട്ടികളൊക്കെ വന്നു, എല്ലാവരെയും പുറത്താക്കി. എന്നിട്ട് ദാനിയേൽ എന്തോ ചെയ്ത്, ദാനിയേൽ സുഖമായിട്ട് സിംഹത്തിന്റെ പോലെ തലയിൽ വെച്ചിടന്നു പറഞ്ഞു. ഇവിടെ രാജാവിന് ഉറക്കമില്ല, നിന്നെ ഉപദ്രവിക്കുന്ന ശത്രുക്കൾ എന്താ ചെയ്യുന്നത്? അവൻ ഉറക്കം കിടത്തത്തില്ല. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? വേറൊരാൾ മരിക്കാൻ വേണ്ടി ഞാൻ വിഷം തിന്നുന്നു, ഇത് പറഞ്ഞു മനസ്സിലായി. അവർക്ക് വേണ്ടി നമ്മൾ അവൻ അങ്ങനെ ആകണം, ഇങ്ങനെ ആകണം, അങ്ങനെ ആകണം, ഇങ്ങനെ നമ്മൾ ആ വിഷം കഴിക്കുക. ആ വിഷം കഴിച്ച് മരിക്കാൻ വേണ്ടി എന്റെ അയൽക്കാരൻ മരിക്കാൻ വേണ്ടി, എന്നാൽ നീയാ മരിക്കും. എന്നാൽ അതുപോലെ രാജാവ് നെബൂഖദ്നേസറിന് ഉറക്കമില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നേരം വെളുപ്പിന് തന്നെ 5 മണിയായപ്പോൾ എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്നു. ദാനിയേലേ, ആ വാക്യം കേൾക്കുമ്പോൾ എന്റെ മനസ്സ് ഇങ്ങനെ ആ ജാതിയായിട്ടുള്ള മനുഷ്യനെ മനസ്സിലാക്കി കൊടുത്തു. ദാനിയേലിനെ ഒന്നും പറ്റിയില്ല. ദാനിയേലിനെ വിളിച്ചു. ഇന്നത്തെ പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? എന്റെ ചെവി മന്ദമായി പോയോ? എന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങി വരുന്നുണ്ടോ? ചെവി കൊടുക്കേണ്ട സമയമായി. നമ്മുടെ ഭവനത്തിൽ ദൈവം ദൈവപ്രവർത്തി നടക്കണം. നമ്മുടെ ഭവനം വിശുദ്ധമായിരിക്കണം. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കണം. പറഞ്ഞേ അതുകൊണ്ട് ഇവിടെ പറയുന്നത് നമ്മുടെ ഭക്തി, നമ്മുടെ വിശ്വാസം എന്തുമാത്രം, ആ വിശ്വാസത്തിന്റെ ആഴമാണ്. ഇന്ന് ചന്ദ്രക്ക് വെച്ചിട്ട് അഭിനയപ്പോ എന്തോ പറഞ്ഞേ, ഞങ്ങളുടെ ദൈവം രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ നിർത്തിയിരിക്കുന്ന സ്വർണ്ണ ബിംബത്തെ വണങ്ങുകയില്ല. മരിച്ചോട്ടെ. എന്തിനു വേണ്ടി ഞാൻ മരിക്കും? ഈ ലോകത്തില് എന്നെ ജഡ്ജമൻ, എന്നാൽ എന്നെ നരകത്തിലേക്ക് തള്ളിയിട്ട് വന്നപ്പോഴും മതിയായിട്ടുള്ള ദൈവമുണ്ട്. ഈ ലോകത്തിൽ മനുഷ്യൻ എന്നെ ശിക്ഷിച്ചാലും പീഡിപ്പിച്ചാലും എനിക്കൊരു ദൈവം. നമ്മുടെ ഭക്തി ഓരോ ദിവസം കഴിയുന്നതോറും ഭക്തി ഒന്ന് ജ്വലിക്കണം, ഭക്തി ഒന്ന് വേൺ ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് ബിൽഡപ്പിക്കണം. യോബിന്റെ ഭക്തി യോബ് എല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മക്കളെ നഷ്ടപ്പെട്ടു, ആട് നഷ്ടപ്പെട്ടു, കന്നുകാലികൾ നഷ്ടപ്പെട്ടു, ഒട്ടകം നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ പറയാനുള്ള എല്ലാം സ്വന്തം എന്ന് പറയാനുള്ള എല്ലാം നഷ്ടപ്പെട്ടു. വിറ്റൻ ബ്ലിങ്കിങ് ഓഫ് ഐസ്, കണ്ണ് തുറക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഉടനെ തന്നെ പറയും, ഞാനും എന്റെ മക്കളുടെ കൂടെ പോവുക, ഞാനും എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? നമ്മളും പോയി മരിച്ചു. എന്നാൽ യോബ് എന്തോ പറഞ്ഞു? ദൈവം തന്നു, ദൈവം എടുത്തു, എനിക്കുള്ളത് ഞാൻ എപ്പോഴും ഇവിടെ പറഞ്ഞു. എനിക്ക് ആർമില്ല, എനിക്ക് വസ്തുല്ല, എനിക്ക് വീടില്ല, എനിക്ക് യാതൊന്നുമില്ല. നാളെ ഇന്നെ മുതൽ ശ്വാസം പോയാൽ എന്നെ പെട്ടിയിൽ കൊണ്ടുവന്ന് എന്നെ കബറിൽ കൊണ്ടുപോകും. എനിക്ക് ലോകത്തിൽ നിന്ന് പറയാൻ ഒന്നുമില്ല. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ലോകത്തിലുള്ളൊന്നും എന്റെ കൂടെ വരത്തില്ല, ഈ ലോകത്തിലുള്ളൊന്നും എനിക്കുള്ളതല്ല, എന്റെ കർത്താവ് തന്നു. ഞാൻ എന്റെ ദൈവത്തോട് എപ്പോഴും പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞ്, കർത്താവ് നമ്മൾക്ക് ലോകത്തിൽ ജീവൻ തന്നു, ജന്മം തന്നു, നമ്മൾക്ക് ഭവനത്തെ ഒരുക്കി വെച്ചു, വാഹനത്തെ ഒരുക്കി വെച്ചു, തലമുറകളെ ഒരുക്കി വെച്ചു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി വെച്ചു. ഇതൊക്കെയും ചെയ്തത് എന്റെ ദൈവമാണ്. ആ ദൈവത്തിന് എപ്പോഴും നന്ദി കണ്ടേണ്ട. 24 മണിക്കൂർ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടു, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കും. നമ്മുടെ യോബിനോട് ഭാഗ്യം എന്താ പറഞ്ഞത്? ഈ മനുഷ്യ വിഷം കുടിച്ച് എപ്പോ ഇല്ലെങ്കിൽ തൂങ്ങി മരിച്ചോ, ഇനി ഒന്ന് അവസാനിപ്പിച്ചൂടായോ? നീ എന്തിനാണ് നീ നോക്കിയിരിക്കുന്നത്? ഇപ്പൊ എന്തുവാ പറഞ്ഞത്? നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കും. ദൈവത്തിന് നന്മകൾ മാത്രമേ അനുഭവിക്കാമോ? ഒരു രോഗം വരുമ്പോൾ തളർന്നു പോകരുത്. ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തളർന്നു പോകരുത്, ക്ഷണിച്ചു പോകും. യഹോവയെ കാത്തിരുന്നു, ശക്തി പ്രാപിച്ചു. അവർ കഴുകനെ പോലെ ആ ശക്തി പ്രാപിക്കുവാൻ ഇന്നത്തെ പകൽക്കാലം ദൈവം നമുക്ക് ശക്തി. വീണ്ടും പറഞ്ഞത് സഹോദരപ്രീതി നിലനിൽക്കണം. സഹോദരപ്രീതി നമ്മെ നോക്കണം. നമ്മൾ മറ്റുള്ളവരെ നമ്മെ സ്വീകരിക്കാൻ. എബ്രഹാമിന്റെ ജീവിതത്തിൽ എബ്രഹാം വീടിന്റെ വാതിക്കലിരിക്കുക. ഏത് ഗസ്റ്റ് വന്നാലും സ്വീകരിക്കാൻ താല്പര്യം. അതുകൊണ്ട് എന്താ? എബ്രഹാം സ്വർഗദൂതന്മാരെ സൽക്കരിച്ചു. അതിന്റെ അനുഗ്രഹം എബ്രഹാം എന്തോ വലിയ ഒരു തലമുറ അതിഥി സൽക്കാരം ചെയ്തതുകൊണ്ട് അബ്രഹാമിന്റെ തലമുറ കിട്ടി.
ഒരു രാജ്യമുണ്ടായി, ഇതൊക്കെ എബ്രഹാമിൽ നിന്നുണ്ടായി. ആ തലമുറയിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തുവിന് ജന്മം കൊടുത്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ നമ്മുടെ സഹോദരങ്ങളെ മറ്റുള്ളവരെ സഹായിക്കും. ഒരു ദിവസം ഞാനൊരു കഥ വായിച്ചത്, ഒരു സഹോദരി, അവര് വിധവയാണ്, ഒരു മകളുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് അവരുടെ മെയിൽ ബോക്സിൽ ഒരു ലെറ്റർ കിട്ടും. അപ്പൊ ഇവര് ചോദിച്ചു, എനിക്ക് ആദ്യം എടുത്തയക്കാം. അപ്പോൾ പുള്ളിക്കാരൻ എഴുത്ത് പൊട്ടി നോക്കിയപ്പോൾ, ഞാൻ യേശു ക്രിസ്തുവിൽ നിന്നുള്ള ലെറ്ററാണ്. ഞാൻ ഇന്ന് നിന്റെ ഭവനം വിസിറ്റ് ചെയ്യും. അത് വിശ്വാസത്തെ സ്ത്രീയാണ്. അപ്പൊ അവരുടെ മനസ്സിൽ കൂടെ കടന്നുപോയി ചിന്ത, എനിക്കടുത്തൊന്ന് പേഴ്സൊക്കെ തുറന്നു നോക്കിയപ്പോ 4 സെന്റോ 5 സെന്റോ കിട്ടും അമേരിക്കൻ. അത് വെച്ച് നോക്കിയപ്പോ ഞാൻ ഇതുകൊണ്ട് എന്ത് മേടിക്കാൻ സാധിക്കും? ഒരു വീടൊക്കെ വൃത്തിയാക്കി സൂപ്പർ മാർക്കറ്റിൽ പോയി അവർക്ക് അതിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു. അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ വീടിന്റെ മുൻപിൽ ഒരു വളരെ പ്രായം ചെന്ന് ഒരു അപ്പച്ചനും അമ്മച്ചിയിരിക്കും. അവരിങ്ങനെ തണുപ്പ് സമയത്ത് ഇരുന്ന് വിറയ്ക്കുക. അവർക്ക് ഇടാൻ തുണികളൊന്നുമില്ല, തണുപ്പിനിടാൻ തുണികളൊന്നുമില്ല, യാതൊന്നുമില്ല. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇങ്ങനെ വന്നപ്പോൾ ഈ സഹോദരി ഇവരെ കണ്ടു. അപ്പൊ സഹോദരിയുടെ അവരിങ്ങനെ കൈനീട്ടി, അവർക്ക് വിശക്കുന്നതായി. ഈ സഹോദരിയുടെ മനസ്സിൽ കടന്നുപോയത്, യേശു ക്രിസ്തു ഇവരെക്കാട്ടും വരിക, യേശു ക്രിസ്തു എന്റെ ഭവനത്തിൽ വരും, യേശുവിന് കൊടുക്കുമോ ഇവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റിലായി, ഒരു ചിന്തയിലായിപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അവരുടെ മനസ്സിലൂടെ കടന്നുപോയത്, ഞാൻ ഇത് ഇവർക്ക് കൊടുക്കാൻ. അവരാ പൊതിയെടുത്ത് അവർക്ക് കൊടുത്തു. അവരുടെ കോട്ട് മൂരി അവർക്ക് കൊടുത്തു. അതിനുശേഷം തിരിച്ച് വീട്ടിലോട്ട് കയറുമ്പോൾ വീട്ടിൽ നോക്കിയപ്പോൾ മെയിൽ ബോക്സിൽ ലെറ്റർ കിടക്കുക. അത് തുറന്നു നോക്കിയപ്പോൾ, ഞാൻ നിന്റെ വീട് സന്ദർശിച്ചു, നീ എന്നെ സൽക്കരിച്ചതിന് നന്ദി. പറഞ്ഞതിന്റെ അർത്ഥം, ഏത് രൂപത്തിലാണ് ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് പ്രතිഭാ തന്നു. ഞാൻ ജയിലായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതൊരിക്കലും ജീവിതത്തിന്റെ ഒരു നഷ്ടമാണ്. ജീവിതത്തിന്റെ നമ്മുടെ പോക്കറ്റിൽ ഉള്ളപ്പോൾ മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. നമ്മൾ തീർച്ചയായിട്ടും അതിഥി സൽക്കാരം നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ കടമ നമ്മളെ ചെയ്തിരിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു കുറവ് ഉണ്ടാകാൻ പോകും. അടുത്തത് സ്നേഹം. ഇതാണ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ സ്നേഹത്തെ ഏറ്റവും താഴെപ്പെട്ടു, സ്നേഹം ഡാക്കിലാവുന്നത്. സ്നേഹത്തെ ഏറ്റവും നമ്മൾ ഇപ്പൊ ഈ ചർച്ച ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുക, ഇതിന്റെ പില്ലറല്ല. ആ പില്ലറല്ല വളരെ വലുതാണ്. എന്നിട്ട് ചെറിയ തൂണ് മാത്രമേ കേട്ടോ. അതിന്റെ അടിസ്ഥാനം വളരെ വലുതാണ്. അതിന്റെ മേളിൽ ഒരു പില്ലർ മാത്രമല്ല. സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ മേളില് ഇതിനെ കെട്ടിപ്പടുക്കും. ഇത്രയും ഈ 6 കാര്യങ്ങളെയും അതായത് 1 13 അധ്യായത്തിൽ സ്നേഹത്തെ കുറിച്ച് പറയുന്നു. സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. അതിന് ഉദാഹരണമാണ് വീണ്ടും പറഞ്ഞ ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹം. നമ്മുടെ വാക്കിലൊക്കെ ദൈവം സ്നേഹമാണ്. അന്യോന്യ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ ഗോഡ് ഫോർ ലവ്, ദൈവം ലോകത്തെ സ്നേഹിച്ചു, അവൻ പ്രൈസ് ദി ലോർഡ്, നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. ഇന്ന് മനുഷ്യരുടെ മധ്യത്തിൽ വിദ്വേഷം, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചില്, ഇങ്ങനെ അനേക കാര്യങ്ങൾ ഇങ്ങനെ മനുഷ്യരുടെ കൂടെ കടന്നു പോകാം. ഭവനങ്ങളിൽ സമാധാനമില്ല, സഭയിൽ സമാധാനമില്ല, ദേശത്ത് സമാധാനമില്ല. നമ്മുടെ ന്യൂസ് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് വട്ടി വെച്ചിട്ട് ഇന്നത്തെ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അതിന്റെ അർത്ഥം എവിടെയാണ് ഇതിന്റെ കുറവ്? കുടുംബത്തിൽ സ്നേഹം, അപ്പന് മക്കളോട് സ്നേഹം, മക്കൾക്ക് അപ്പനോട് സ്നേഹം, ആമേൻ. സഭയിൽ സ്നേഹമില്ല, സഭയിലാക്കി. എന്നാൽ 1 Corinthians 13-ാം അധ്യായത്തിൽ പറഞ്ഞു സ്നേഹം തീർക്കുന്നില്ല. ഓരോ കാര്യങ്ങളും അത് നമ്മള് വീട്ടിൽ പോയി വായിച്ചു ഇങ്ങനെ സ്നേഹം ചേർത്ത് നമ്മൾ സ്നേഹത്തിൽ കൂടെ സ്നേഹത്തിന്റെ മുകളിൽ ഈ ബാക്കിയുടെ 6 കാര്യങ്ങളും നമ്മൾ ഉയർത്തി പണിയുക. തീർച്ചയായിട്ടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ, ദൈവത്തിനുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കാൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ഉപാദോത്സവത്തിന് ദൈവത്തിന് നമ്മൾക്ക് സമർപ്പിച്ചു. യേശുവേ, സ്നേഹത്തിന്മേൽ എന്റെ ഈ 6 കാര്യങ്ങളെയും പണിഞ്ഞിട്ട് അതിന് പ്രകാരം ജീവിക്കാൻ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ തക്കണം കർത്താവ് എന്നെ ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അതിനുവേണ്ടി നമ്മൾക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി കർത്താവ് ഓരോരുത്തരും സഹായിക്കട്ടെ. ഇവർ ഞാൻ എന്റെ വാക്കുകളെ തീർക്കുന്നു. ദൈവം